ബോംബെക്കാരാ. ജാവോ എന്ന് പറയണം. ജാവോ. നാളെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന IPLലെ ഗ്ലാമർ പോരാട്ടം. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. വ്യത്യാസം ഒന്ന് മാത്രം. മുംബൈ പഴയ മുംബൈ അല്ല, രാജസ്ഥാനും പഴയ രാജസ്ഥാനുമല്ല. സഞ്ജുവും ടീമും പഞ്ഞിക്കിടൽ തുടരുമോ അതോ ഹർദിക്കും ടീമും കണക്ക് തീർക്കുമോ? നാളെ രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക. രാജസ്ഥാന് 2 മത്സരം കൂടി ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. മുംബൈക്കാണെങ്കിൽ 4 മത്സരങ്ങൾ കൂടി വിജയിക്കണം. 2 ടീമിലെയും എക്സ് ഫാക്ടർ ആകാൻ സാധ്യതയുള്ള കളിക്കാരെ നോക്കാം. രാജസ്ഥാൻ നിരയിൽ ഒന്നിലേറെ മികച്ച കളിക്കാരുണ്ടെങ്കിലും ജോസ് ബട്ട്ലർ തന്നെയായിരിക്കും മുംബൈ ടാർഗറ്റ് ചെയ്യുന്ന പ്രധാന താരം. ബട്ട്ലർ വേഴ്സസ് ബുംറ ആയിരിക്കും നാളത്തെ ഒരു പ്രധാന ഹൈലൈറ്റ്. പവർ പ്ലേയിൽ ബുംറയെ ഉപയോഗിച്ച് ബട്ട്ലറെ പുറത്താക്കാനാകും മുംബൈ ശ്രമിക്കുക. കാരണം ബട്ട്ലർ എത്ര നേരം ബാറ്റ് ചെയ്യുന്നു അത്രയും മുംബൈക്ക് അപകടമായിരിക്കും. പവർ പ്ലേയിൽ മിനിമം ബുംറയുടെ 2 ഓവർ ബട്ട്ലറിന് നേരിടേണ്ടി വരും. മുംബൈ നിരയിൽ ശ്രദ്ധിക്കേണ്ട ഒരു താരം മറ്റാരുമല്ല, മിസ്റ്റർ 360 എന്ന് വിശേഷിപ്പിക്കുന്ന സൂര്യകുമാർ യാദവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയായിരിക്കും മുംബൈയുടെ വിധി നിർണ്ണയിക്കുക. സൂര്യക്കെതിരെ സഞ്ജു നാളെ ഏത് തന്ത്രമായിരിക്കും പ്രയോഗിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. മുംബൈക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ബോളർ ബോൾട്ട് തന്നെയായിരിക്കും. ബോൾട്ടിനെ ലേലത്തിൽ വിട്ടുകളഞ്ഞത് മുംബൈക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ചഹലാകട്ടെ ബുദ്ധി കൊണ്ട് വിക്കറ്റ് നേടുന്ന ബോളറാണ്. പർപ്പിൾ ക്യാപ്പ് പോരാട്ടത്തിൽ ആദ്യ 5-ൽ ചഹലുമുണ്ട്. സൂര്യ ഇവർ എങ്ങനെ തളക്കും എന്നതിനെ അനുസരിച്ചായിരിക്കും മുംബൈയുടെ സ്കോർ. മറ്റൊരു പോരാട്ടം നടക്കുക ഇരു ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങൾ തന്നെയായിരിക്കും. മുന്നിൽ സഞ്ജു തന്നെയാണെന്ന് നിസ്സംശയം പറയാം. നിലവിൽ കാര്യമായ സമ്മർദ്ദം സഞ്ജുവിനില്ല. കളിക്കാരെല്ലാം 100% ആത്മാർത്ഥമായി ക്യാപ്റ്റന് വേണ്ടി പ്രകടനം നടത്തുന്നുണ്ട്. മറുവശത്തെ ഹർദിക്കിനാകട്ടെ വലിയ സമ്മർദ്ദമാണ്. ഓൾറൗണ്ട് പ്രകടനത്തിലും ക്യാപ്റ്റൻസിയിലും താരം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്രകടനത്തിലെ നിഴൽ മാത്രമാണ്. പോരാതെ ടീമിലെ പടലപ്പിണക്കങ്ങളും കഴിഞ്ഞ മത്സരത്തിലെ DRS വിവാദവുമെല്ലാം ഹർദിക്കിന് മേൽ പ്രഷർ കൂട്ടിയിട്ടുണ്ട്. T20 ലോകകപ്പ് മുന്നിൽ നിൽക്കെ ഒരു കൂട്ടം ഇന്ത്യൻ ഓൾറൗണ്ടർമാർ ഇതിനകം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഹർദിക്കിന് തൻ്റെ ഫോം തെളിയിക്കുക അത്യാവശ്യമാണ്. കാത്തിരിക്കാം നാളത്തെ ത്രില്ലറിനായി.